തൃശ്ശൂരിൽ ജനിച്ച് തൃശ്ശൂരിനെ അടുത്തെറിഞ്ഞ എല്ലാവരുടെ മനസ്സിലും ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കഥ പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കഥ പറയാൻ കുറേ കാലം വൈകിയത്. എത്രയൊക്കെ പൂർണ്ണതയിൽ പറഞ്ഞാലും തീരാത്ത കഥയുടെ ഓർമ്മകളാണ് ഇന്ത്യൻ കോഫി ഹൗസ്. രാധാകൃഷ്ണൻ വാഗേലിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, തൃശ്ശൂരിന് പോയ കാലം അതിടയ്ക്ക് പറയേണ്ടതാണ് ബിജു, എന്നും ഓർമ്മിപ്പിക്കും. എത്രയൊക്കെ രാഷ്ട്രീയം പറയാനുണ്ടെങ്കിലും അത് പറയേണ്ടതാണെന്ന്. അതെ, നമ്മളിപ്പോൾ ഈ നടന്നു പോണ വഴിയുടെ തൊട്ടിപ്പറേ ഒരു ബ്രാൻഡി ഷാപ്പ് ഉണ്ടായിരുന്നു. പണ്ട് അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി വരുന്ന കാലത്ത് അച്ഛൻ അവിടെ നിന്ന് ഓണത്തിനൊക്കെയാണ് കേട്ടോ വരിക. അവിടെ നിന്ന് ഒരു അരക്കുപ്പി മേടിക്കും. ഇന്നത്തെ പോലെയൊന്നുമല്ല, റോട്ടിലേക്ക് ഷോ ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡി ഷാപ്പ്. അതിൻ്റെ പേരൊന്നും അന്വേഷിച്ച് പോകുന്നില്ല. ഇപ്പം അങ്ങനെയുള്ള ഷോപ്പുകളില്ലല്ലോ. ഓണത്തിനത് വാങ്ങിക്കും, കാരണം വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ അവിടെ നിന്ന് അത് വാങ്ങിച്ച് അച്ഛനത് അരയിൽ വെച്ച് ഇവിടെ കോഫി ഹൗസിൽ കയറിയിട്ട് ഒരു കാപ്പിയും മസാല ദോശയും. അത്ഭുതത്തോടു കൂടി നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഇവർ ഈ തലയിൽ വലിയ കെട്ടും വലിയ അടിപൊളി ഡ്രസ്സും വേറൊരു സ്റ്റൈലിൽ വന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് വലിയ പ്ലേറ്റ് കയ്യിൽ വെച്ച് വന്ന് ചോദിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് തരുന്ന ഒരു കാഴ്ച എത്ര ഭംഗിയുള്ളതാണെന്ന്, എത്ര കണ്ടാലും മതിവരാത്തതാണെന്ന് അന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ നേരിട്ട് അടയാളപ്പെടുത്തുന്നതാണ് കോഫി ഹൗസ്. ആരംഭം കുറിച്ച ഈ കോഫി ഹൗസിന് പറയാനും വലിയ കഥയുണ്ട്. ഇവിടെ നമ്മൾ നേരിട്ടറിയേണ്ട തൃശ്ശൂരിനെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് AKTKM വാസുദേവൻ നമ്പൂതിരിപ്പാട്. മനോരമയ്ക്കും മറ്റും ചരിത്രം പറയാനുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായി പുസ്തകം അടിച്ച് വിതരണം ചെയ്ത് അതിന് റോയൽറ്റി കൊടുത്ത് തുടങ്ങിയത് മംഗളോദയം പ്രസ്സിലെ ഈ AKTKM വാസുദേവൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തിക്കൊണ്ടല്ലാതെ തൃശ്ശൂരിൻ്റെ കോഫി ഹൗസിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ പുസ്തക പ്രസാധന ചരിത്രവും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കഥയുമെന്ന് നമുക്ക് തുടങ്ങാൻ പോയാൽ ഈ കഥ പറഞ്ഞു തീരാത്തതുകൊണ്ട് അത് മറ്റൊരിക്കൽ പറയാമെന്ന് വെച്ചുകൊണ്ട് നിർത്തുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ IASകാർ ബ്രിട്ടീഷ് മേൽനോട്ടത്തിൽ നടത്തിയിരുന്നതാണ് കോഫി ഹൗസുകൾ. 1950കളിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോഫി ബോർഡ് നടത്തിയിരുന്ന ഇന്ത്യ കോഫി ഹൗസുകൾ അടച്ചുപൂട്ടി ഇന്ത്യൻ കുത്തക മുതലാളിമാരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ആ കോഫി ഹൗസുകളിലെ സാധാരണ ജോലിക്കാർ. ജീവിക്കാൻ വഴിയില്ലെങ്കിലും ആനുകൂല്യം വാങ്ങി തിരിച്ചു പോരുക എന്നുള്ളൊരു വഴി മാത്രമാണ് തൊഴിലാളികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് മഹാനായ AKGയുടെ ഇടപെടൽ ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്ക് വഴി തെളിയിച്ചത്. കഥ പറഞ്ഞാൽ തീരാത്ത വലിയ കഥയാണ്. മുതലാളിമാർക്ക് കോഫി ഹൗസുകൾ വിട്ടുകൊടുക്കാനുള്ള തീരുമാനം മാറ്റേണ്ടി വന്നതിൻ്റെ അമർഷത്തിൽ കോഫി ബോർഡ് ചില ഉപാധികളോടുകൂടിയാണ് തൊഴിലാളികൾക്ക് കോഫി ഹൗസുകൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. ബോർഡിൻ്റെ കീഴിലുള്ള കോഫി ഹൗസുകളിൽ നിന്നും പിരിച്ചുവിടുന്ന തൊഴിലാളികൾക്ക് മാത്രമേ സഹകരണ സംഘത്തിൽ അംഗങ്ങളാകാൻ സാധിക്കൂ എന്നുള്ള നിബന്ധന. അങ്ങനെ നിരവധി നിബന്ധനകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അകമഴിഞ്ഞ സഹായം അതുകൂടി ആയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ AKGക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിലേക്ക് ഇന്ത്യ കോഫി ബോർഡ് ലേബർ യൂണിയൻ്റെ അന്നത്തെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ NS പരമേശ്വരൻ പിള്ളയെ നിയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി 1958 മാർച്ച് 8 തൃശ്ശൂർ തെക്കേ റൗണ്ടിൽ മംഗളോദയം കെട്ടിടത്തിൽ കേരളത്തിലെ ആദ്യത്തെ കോഫി ഹൗസ് അതിൻ്റെ ഉപജ്ഞാതാവായ സഖാവ് AKGയുടെ കൈകൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇതുവരെയുള്ള ഈ ഭാഗം നോക്കി വായിച്ചതാണ്. ഇത് നോക്കി വായിക്കാതെ കോഫി ഹൗസിൻ്റെ കാപ്പിയുടെ രുചി നമ്മൾ പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുറം യാത്രകൾക്കൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും കയറുക കോഫി ഹൗസിലാണ്. കോട്ടയത്തായാൽ ഒരു പഴയ ബിൽഡിങ്ങാണ് KSRTC മുമ്പിലുള്ളത്. എക്സ്റേ ജംഗ്ഷനിലാണ് ചേർത്തലയിലുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ, എറണാകുളത്ത് പല സ്ഥലങ്ങളിൽ, വഴിയിലിപ്പോൾ നമുക്കറിയാം കറുകുറ്റിയിലുണ്ട്. അങ്ങനെ യാത്രകളിൽ ഉടനീളം വിവിധ ഇടങ്ങളിൽ കോഫി ഹൗസുകളിൽ നമ്മൾ കയറാറുണ്ട്. കോഫി ഹൗസിൻ്റെ മസാല ദോശ ഷിനി പറയുന്ന പോലെ
അതിൻ്റെ ഇടതുപക്ഷ ചായയുള്ള ബീട്രൂട്ടുള്ള കാരണമാവാം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് അവർ പറയാറുണ്ട്. പണ്ട് കോഫി ഹൗസിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കൗതുകം എങ്ങനെ കപ്പിൽ നിന്ന് സോസറിൽ ഒഴിച്ച് കാപ്പി കുടിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഒഴിച്ചാലും ഇത് അടിക്കൂടെ കുറച്ച് വരും. അത് കഴിഞ്ഞാൽ അത് നിലത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് കൈയിലും പിന്നെ പിടിച്ച് കുടിക്കണം. നിലത്ത് വെച്ചാൽ അഴുക്കാവും. ഇതിനെക്കുറിച്ച് ആലോചിച്ച് കോഫി ഹൗസിൽ വന്നിട്ട് ഇത് എങ്ങനെ കുടിക്കും, ചൂടാറിയിട്ട് കുടിച്ചാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയുള്ള ചിന്തകളുടെ ഇടയിലൂടെ പറയാനായിട്ട് നിരവധി കഥകളുണ്ട്. ഈ കഥകളുടെ ഇടയിൽ കോഫി ഹൗസിലെ കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തുള്ള ഭാഗം അതെപ്പോഴും മുതിർന്ന രാഷ്ട്രീയക്കാരിരിക്കുന്ന ഭാഗമാണ്. ഇന്ന് രാവിലെ കയറി ചെല്ലുമ്പോൾ അവിടെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും എടുത്തിട്ട് ഒരാളിരിക്കുന്നുണ്ട്. ഒരു പൂർവ്വകാല രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള തോന്നൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കയറി പരിചയപ്പെട്ടു. അതെ, കുറച്ച് കഥകൾ, അതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കുറച്ച് കഥകൾ. നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയ പോലുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് തന്നെയാണ്. കാരണം മസാല ദോശയുടെയും കാപ്പിയുടെയും കൂടെ അടിപൊളി ഒരു ചരിത്രപരമായ അറിവ്. എൻ്റെ അഡ്രസ്സ് കുരിയച്ചിറയാണ്. ഞാൻ ഇപ്പോൾ വൃദ്ധാശ്രമത്തിലാണ്. ഒരു 60 കൊല്ലം മുമ്പ് എങ്ങനെയായിരിക്കുമെന്ന് സമൂഹത്തിൻ്റെ പൊതുസ്ഥിതി അറിയാലോ. തുടങ്ങിയ കാലത്തൊട്ടേ നല്ല ബോർഡ് വന്നിട്ടുണ്ട്. തുടങ്ങിയ കാലം കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ കോഫി ഹൗസിൽ വരാൻ പ്രത്യേകിച്ചുള്ള കാരണം ഇവിടെ കാർപ്പേട്ടിൻ്റെ ലോറിപ്പേട്ടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരന് ഞാനും കൂടിയിട്ടാണ് വരാം. അപ്പോൾ അവന് ഈ ഇപ്പോൾ ജോസ്കോ ജുവല്ലറിയുടെ തൊട്ട് അവൻ്റെ അപ്പൻ ഒരു സ്റ്റേഷനറി സോഡ സർവത്തൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ അവൻ അപ്പൻ്റെ കടയിലേക്ക് വരും. ഞാനിവിടെ കാറ് കഴുകാനായിട്ട് അവനും. അപ്പോൾ കാറ് കഴുകലൊന്നും പഠിച്ചില്ല, എങ്കിലും അതിന് വേണ്ടിയുള്ള വരവും പിന്നെ കോഫി ഹൗസായിട്ടുള്ള ബന്ധവും പിന്നെ AKG തുടങ്ങി എന്നുള്ള എൻ്റെ ഒരു പ്രചോദനം. ദേശാഭിമാനി അതിന് ശേഷമാണ് ദേശാഭിമാനിലേക്ക് ഞാൻ വരുന്നത്. തുടക്കത്തിൽ അങ്ങനെ ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കോഫി ഹൗസിനോട് ഒരു ഹൃദയബന്ധം വളർന്നു വന്നു. ദേശാഭിമാനി എനിക്ക് വരുമ്പോൾ ഏകദേശം ഒരു 20-21 വയസ്സായി. കല്യാണം കഴിഞ്ഞു. 19 വയസ്സിന് കല്യാണം കഴിഞ്ഞു. 16 വയസ്സാണ് ഭാര്യയുടെ അന്നത്തെ വയസ്സ്. അപ്പോൾ പത്രത്തിൽ വന്നതോടുകൂടി ഇവിടെ പത്രം ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇട്ടിരുന്നത് ഞാനാണ്. ഏതാണ്ട് 96 വരെ. അന്ന് ഇതിൻ്റെ ബോർഡ് CPM-ന് അനുകൂലമായ ബോർഡായിരുന്നു. പിന്നെ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പാർട്ടി സഖാവാണ്, പിള്ള എന്ന് പറയും. ആലപ്പുഴക്കാരനാണെങ്കിലും നമ്മുടെ ആ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒക്കെ ബാക്കിൽ ആയിട്ടാണ് വീട്. ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ വീടൊക്കെ ഇവിടെ ആളൊക്കെ മരിച്ചു പോയില്ല. അപ്പോൾ ആ കോഫി ഹൗസിനോടുള്ളൊരു ബന്ധം, പാർട്ടി ബന്ധം, പാർട്ടി വന്നപ്പോൾ പാർട്ടി ബന്ധം, ഇവിടെ വന്നിട്ടുള്ള കുട്ടി ബന്ധം. അപ്പോൾ തൃശ്ശൂർ ബസ് ഇറങ്ങിയാൽ കോഫി ഹൗസിൽ വരിക എന്നുള്ളത് കാശുണ്ടായാലെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും. മറ്റുള്ളവർക്ക് കയറില്ല എന്നൊന്നല്ല എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ കോഫി ഹൗസിനോടുള്ള ബന്ധം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഫി ഹൗസിലെ ജീവനക്കാരന് നമ്മളറിയില്ല. ഇവിടെ വന്നിട്ടുള്ളൊരു പരിചയമുണ്ട്, അതല്ലാതെ ഒരു അറിവൊന്നുമില്ല. അന്ന് പാർട്ടി സാക്കിലുള്ള കാലമാണ്. അപ്പോൾ പാർട്ടി മെമ്പർമാർ ഇവിടെ സപ്ലൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രചോദനം. പിന്നെ നല്ല ഭക്ഷണം കിട്ടാനുള്ള ഏറ്റവും നല്ല ഭക്ഷണം ഇന്നത്തെ അല്ല, അന്ന് ഞങ്ങളൊരു സെറ്റ് കാപ്പി കിട്ടും ഇവിടെ. സെറ്റ് കാപ്പി. അപ്പോൾ ഈ പറഞ്ഞ ഇനാശും ഞാനും കൂടി ഒരു സെറ്റ് കാപ്പി മേടിക്കുള്ളൂ. അപ്പോൾ 2 കാപ്പി ആക്കി ഞങ്ങൾക്ക് കഴിക്കാം. ഓരോ മസാല ദോശ മേടിച്ച വയറ് ഇതിൻ്റെ ഒരു ഇരട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സൗകര്യം തൃശ്ശൂരിനെ കാണുമ്പോഴേ, തൃശ്ശൂര് അന്ന് തുടക്കകാലത്ത് കാണുമ്പോൾ മുനിസിപ്പൽ ഓഫീസിന്റെ അവിടെ മാത്രമല്ലേ നഗരം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു നഗരം എന്ന് പറയാനായിട്ട് മുനിസിപ്പൽ ഓഫീസിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡായിരുന്നു. അതുകൊണ്ടൊരു നഗരമാണ് മുനിസിപ്പൽ. നമ്മുടെ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെയാണ്. അപ്പൊ അതൊരു നഗരമാണല്ലോ. ഈ കാണുന്ന ബസ് മുഴുവൻ അന്നത്തെ അവിടെ നിന്ന് പോകുന്നു. ജോസേട്ടന് തൃശ്ശൂരിൻ്റെ ഒരുപാട് കഥകൾ അറിയാം. കുരിയച്ചിറയിൽ ആദ്യമായിട്ട് പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്ന കഥ, അതും ചോദിച്ച് അവിടുത്തെ പുതിയ സഖാക്കൾ വിളിച്ചിരിക്കുകയാണ്. ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്ന്. കോഫി ഹൗസ് അനുഭവങ്ങൾ പറഞ്ഞാലേ ഒരു ദിവസം പറഞ്ഞാലും തീരില്ല. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള മേഖലകളിൽ ഊണില്ല കോഫി ഹൗസിൽ. എന്നാൽ കോഴിക്കോട് ഊണുണ്ട്. അത് കോഴിക്കോട് കഴിക്കാൻ പോയ ഒരു കഥ അതിലും വലിയ രസമാണ്. ഭയങ്കര തിരക്കാണ് കോഫി ഹൗസ് മാവൂർ റോഡിലെ. ഊണ് കഴിക്കാൻ നേരത്ത് ഞാൻ അവിടെ എത്തിയ നേരത്ത് അന്ന്
പെട്ടിവണ്ടി കൊണ്ട് പോകുന്ന സമയം ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇക്കോട് ചോദിച്ചു ഊണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുക എന്നുള്ളതൊക്കെ വലിയ റെസ്പെക്റ്റോട് കൂടി പറയുമ്പോൾ എന്നോട് അവർ പറഞ്ഞു ചോറ് തിന്നാനാ, നിങ്ങൾ അവിടെ പോയി ചോറ് തിന്നോളി, കോഫി ഹൗസിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ചോറ് തിന്നാനാ? ഇയാളെന്ന് ഇങ്ങനെ പറഞ്ഞേ? അവിടെ അങ്ങനെയാണത്രേ, ചോറ് തിന്നോളാൻ പറഞ്ഞാൽ അത് റെസ്പെക്റ്റോട് കൂടി പറയുന്നതാണ്. അതെ, ഭാഷയുടെ വ്യത്യാസമാണ്, നമുക്കത് തിരിയാത്ത കാരണമാണ്. എന്തായാലും കോഫി ഹൗസിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലും തീരില്ല, 2 ദിവസം പറഞ്ഞാലും തീരില്ല. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഓരോ തൃശ്ശൂർക്കാർക്കും അതുപോലെ തന്നെയാണ്. പണ്ട് ഈ നഗരം ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നതിനേക്കാൾ മുമ്പ് മുനിസിപ്പൽ ഓഫീസിനടുത്ത് നഗരം കേന്ദ്രീകരിച്ചിരുന്നൊരു കാലത്തെ കഥ പറയാനാണ് ഈ കോഫി ഹൗസ് അനുഭവങ്ങൾ. ഇത് വിപുലമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്തു ചെയ്യാം, പറഞ്ഞു തുടങ്ങിയാൽ ഒരു കോഫി ഹൗസിൻ്റെ കഥ മാത്രമായിട്ട് പറയാൻ പറ്റില്ല കേട്ടാ. രാധാകൃഷ്ണയുടെ കഥ പറയണം, രാധാകൃഷ്ണയ്ക്കപ്പുറം അതിൻ്റെ തറവാടായ പത്തൻസിൻ്റെ കഥ പറയണം, അങ്ങനെ നിരവധി കഥ പറയണം. എന്തായാലും ഭക്ഷണങ്ങളുടെ കഥ പിന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം